വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ബികോം 6th സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണിത്. സബ്ജക്റ്റ് ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. യൂണിവേഴ്സിറ്റി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ഒരു 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പാർട്ട് 1 പാർട്ട് 2. അതിൽ പാർട്ട് 1 എന്ന് പറയുന്നത് 2 മാർക്സ് ക്വസ്റ്റ്യനും, അതായത് 15 വർഷത്തെ 2 മാർക്സ് ക്വസ്റ്റ്യനും, പിന്നീടുള്ള സെക്കൻഡ് പാർട്ട് 2 വീഡിയോസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ എസ്എ ടൈപ്പും ആയിരുന്നു. അത് 2010 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഈ വീഡിയോയിൽ 2010 ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ പാർട്ട് ബി ആയിട്ടുള്ള കോർപ്പറേറ്റ് ഗവേണൻസിലും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. 2011 ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അത് നിങ്ങളുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ അതൊന്ന് റെഫറൻസ് ചെയ്യണം, നല്ലതായിരിക്കും. ഇപ്പോൾ നമുക്ക് 2012 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 4 മാർക്സിൻ്റെ ഡിസ്കസ് ദ പ്രിൻസിപ്പൽസ് ഒബ്ജക്ട്സ് ഓഫ് ആൻ ഓഡിറ്റ്. ഓക്കെ, then second, what are the advantages of internal check? Advantages of internal check. Then what are the points to be considered by the auditor while examining vouchers? നമുക്ക് ഏതൊക്കെ പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, അതായത് ഒരു ഓഡിറ്റർ വൗച്ചേഴ്സ് എക്സാമിൻ ചെയ്യുമ്പോൾ, എക്സാമിൻ ചെയ്യാൻ എന്താ വെരിഫൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പോയിന്റ്സ് ഇല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് റെഡിയാക്കി വെക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം ഓഡിറ്റർ എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് ഡിസ്കസ് ദ നേച്ചർ ഓഫ് മെക്കാനിക്കൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് മെക്കാനിക്കൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ നേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് 4 മാർക്സ് ഡിസ്കസ് ഓൺ ദ കണ്ടന്റ് ഓഫ് ആൻ ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഡിഫൈൻ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ആൻഡ് മെൻഷൻ ഇറ്റ്സ് ഒബ്ജക്ട്സ്. അതായത് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്താണെന്നും അതിലത്തെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഓഡിറ്റ് പ്ലാനിങ്. ഓഡിറ്റ് പ്ലാനിങ്ങിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, 4 മാർക്സിൻ്റെ ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി എസ്എ ടൈപ്പ്. അതിൽ ഫസ്റ്റ് 1 എക്സ്പ്ലെയിൻ ദ ടേം ഇൻറ്റേർണൽ കൺട്രോൾ, ഇൻറ്റേർണൽ ചെക്ക്, ഇൻറ്റേർണൽ ഓഡിറ്റ്. ഈ 3 എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താണ് ഇൻറ്റേർണൽ കൺട്രോൾ, അതേപോലെ തന്നെ ഇൻറ്റേർണൽ ചെക്ക്, ദെൻ അതേപോലെ ഇൻറ്റേർണൽ ഓഡിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ അതേപോലെ തന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ പർപ്പസ് എന്താണ്, പർപ്പസ് ഉണ്ടോ അല്ലെങ്കിൽ ഗുണമുണ്ടോ എന്നുള്ളതാണ് എഴുതേണ്ടത്. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. എസ്എ ടൈപ്പാണ്. പിന്നെ രണ്ടാമത്തെ എസ്എ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ആൻ എസ്എ ഓൺ ദ വെരിഫിക്കേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു മോഡ്യൂളൊക്കെ നോക്കണം കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. വെരിഫിക്കേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസെറ്റ്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡിപ്രീസിയേഷൻ്റെ കേസുകൾ, ഡിപ്രീസിയേഷൻ ഓഫ് അസെറ്റ് എന്നൊക്കെ പറയുന്നില്ല, ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ പറയുന്നത് ഹൂ ഈസ് ആൻ ഓഡിറ്റർ, ആരാണ് ഓഡിറ്റർ, അതേപോലെ ഡിസ്കസ് റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇയറിലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 2013 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് 1 ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ ഓഡിറ്റ് ആൻഡ് ഇൻറ്റേർണൽ ചെക്ക്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആട്ടോ ഇതൊക്കെ. രണ്ടാമത്തത് സ്റ്റേറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് എ കമ്പനീസ് ആക്ട് 1956 വിത്ത് റിഗാർഡ്സ് ടു ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ആൻ ഓഡിറ്റർ. അതായത് കമ്പനീസ് ആക്ട് 1956 പ്രകാരം നമ്മൾ ആ ഓഡിറ്ററെ എങ്ങനെയാക്കാം അപ്പോയിൻറ്റ് ചെയ്യുക, എന്തൊക്കെയാണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്നുള്ളതാണ് കേട്ടോ. പ്രൊസീജിയേഴ്സ് ഏതൊക്കെ രീതിയിലാണ് ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ് അത് പാർട്ട് 2 ഉണ്ടായിരുന്നു ഇതേ ക്വസ്റ്റ്യനിൽ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഫ്രോഡ്, എന്താണ് ഫ്രോഡ്, പിന്നെ അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രോഡ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കുന്ന കാര്യം. പിന്നെയുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഹൗ വിൽ യു വൗച്ച് ദ ഫോളോയിങ് ഐറ്റംസ്. ഇനി പറയാൻ പോകുന്ന ഐറ്റംസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ വൗച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ വെരിഫൈ ചെയ്യുന്നതെന്ന്. ക്യാഷ് സെയിൽസ്, റെൻറ്റ് റിസീവ്ഡ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ 3 കാര്യങ്ങളും വ്യക്തമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് ആൻ ഓഡിറ്റർ. ഓഡിറ്ററിൻ്റെ റൈറ്റ്സ് എന്തൊക്കെയാണ്. പിന്നെ ചോദിച്ചിരിക്കുന്നതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കത് ഇപ്പം തന്നെ നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് എത്ര എണ്ണമാണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. ദെൻ എക്സ്പ്ലെയിൻ ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക്. ഓക്കെ, ഇൻറ്റേർണൽ ചെക്ക് ആ മോഡ്യൂൾ സെക്കൻഡ് മോഡ്യൂളാണല്ലോ ഇൻറ്റേർണൽ ചെക്കിൻ്റെ ഇൻറ്റേർണൽ കൺട്രോളൊക്കെ നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഡിഫൈൻ ടാക്സ് ഓഡിറ്റ് ആൻഡ് മെൻഷൻ ഇറ്റ്സ് പ്രൊവിഷൻസ്. നമ്മൾ ടാക്സ് ഓഡിറ്റൊക്കെ 2 മാർക്സും ചോദിച്ചിട്ടുണ്ട്, അതേപോലെ 4 മാർക്സും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. ഓക്കെ, പിന്നെ അതേപോലെ 2013 എസ്എ ടൈപ്പ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ഓഡിറ്റിംഗ്, ഡിസ്കസ് ദ ഒബ്ജക്ട്സ് ആൻഡ് അഡ്വാൻറ്റേജസ്. ഈസി ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ എല്ലാവരും നന്നായി പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ അല്ലേ. എന്താണ് ഓഡിറ്റിംഗ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സും അതേപോലെ തന്നെ അഡ്വാൻറ്റേജസും എഴുതുക. പിന്നെ വാട്ട് ഈസ് വെരിഫിക്കേഷൻ, ദെൻ ഹൗ വുഡ് യു വെരിഫൈ ഡിഫറെൻറ്റ് ഐറ്റം ഷോ ഓൺ ദ ലൈബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അതായത് വെരിഫിക്കേഷൻ എന്താണ് എന്നും അതേപോലെ തന്നെ നമ്മൾ ലൈബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡില്ലേ അതിൽ ഏതൊക്കെ ഐറ്റമാണ്, ആ ഐറ്റമൊക്കെ നമ്മൾ എങ്ങനെ ഒരു ഓഡിറ്റർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ ഇതിനെ വെരിഫൈ ചെയ്യുക
എന്നുള്ളതാണ് നോക്കുക. അപ്പോൾ ബാലൻസ് ഷീറ്റിലെ ലൈബിലിറ്റി സൈഡിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് വരിക എന്നുള്ളത് നോക്കുക. പിന്നീട് ആ പറയുന്ന ഐറ്റംസിന് വേണ്ടിയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതെല്ലാം കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ഇതൊക്കെ വെരിഫൈ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ. ഓക്കെ. പിന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻ റിക്വയർഡ് ഫോർ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ആൻ ഓഡിറ്റർ. ഓഡിറ്റർ ആവാനുള്ള ഒരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ക്രിട്ടിക്കലി എക്സാമിനേഷൻസ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ, അതായത് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടീസും റൈറ്റ്സും കൂടി ചോദിച്ചിട്ടുണ്ട്. ചുമ്മാ ക്വാളിഫിക്കേഷൻ മാത്രമല്ല എഴുതേണ്ടത്, അവരുടെ റൈറ്റ്സും ഡ്യൂട്ടീസും ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ? 2014 ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 മാർക്സ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, സ്റ്റേറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓക്കെ, അതായത് ഒരു നല്ലൊരു ഓഡിറ്റ് റിപ്പോർട്ടാണെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത്. പിന്നെ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ ഓഡിറ്റ് പ്രോഗ്രാം. ദെൻ എക്സ്പ്ലെയിൻ ദ കോൺട്രാക്ച്വൽ ലയബിലിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ ഇൻ കണക്ഷൻസ് വിത്ത് ഷെയർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് വൗച്ചിങ്. മെൻഷൻ ദ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് ഇൻറ്റർണൽ ചെക്ക്. ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഷെയർ ട്രാൻസ്ഫർ ഓഡിറ്റ്. ഇത്രയുമാണ് 2014 4 മാർക്സ് ക്വസ്റ്റ്യൻ. ഇനി എസ് എ ടൈപ്പിൽ ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് വൺ, ഡിസ്കസ് ദ ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ. ഓഡിറ്ററിൻ്റെ ക്വാളിറ്റി. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ടു ബി ടേക്കൺ ബൈ ദ ഓഡിറ്റർ ബിഫോർ കമൻസ്മെൻറ്റ് ഓഫ് ആൻ ഓഡിറ്റ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണല്ലേ. ഓഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ പ്രിക്യൂഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രൊസീജിയർ ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്നാണ് കേട്ടോ. പിന്നെ എക്സ്പ്ലെയിൻ ദ ലയബിലിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ അണ്ടർ ദ കമ്പനീസ് ആക്ട്. എക്സ്പ്ലെയിൻ ദ ലയബിലിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ അണ്ടർ ദ കമ്പനീസ് ആക്ട്. ഇത്രയുമാണ് 2014 എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലേക്ക് കാണും ഇത് എത്രത്തോളമാണ് റിപ്പീറ്റഡ് വന്നിരിക്കുന്നതെന്ന്. കാരണം ഇപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, പുറമേ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ്. അതായത് നമ്മളിപ്പോൾ 15 വർഷത്തെ എടുത്താലും അതിൽ നമ്മൾ ഒരു വർഷത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ചിലപ്പോൾ അടുത്ത വർഷം ചോദിക്കും, പിന്നെ അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. എങ്കിലും ഈ പറയുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻസ് തന്നെ വന്നിട്ടുള്ളൂ അല്ലേ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് കുറച്ച് ചേഞ്ചസ്, നമ്മൾ ചോദിക്കാത്ത ഭാഗങ്ങളിൽ നിന്നൊക്കെ കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെറുതായി നമ്മൾ ലെസ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന കാര്യങ്ങളടക്കം ചോദിക്കാറുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് ആ ഏരിയകളിൽ ഇപ്പോൾ ഏതാണോ ടോപ്പിക് പറയുന്നത് ആ ഒരു ഏരിയ കറക്റ്റായിട്ട് പഠിക്കണം. ക്ലിയർ? 2015 4 മാർക്സ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ. വാട്ട് ഈസ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്. വാട്ട് ഈസ് ഓഡിറ്റ് പ്രോഗ്രാം. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക്. What are the vouchers available for cash receipt and sales? How can bills payable be verified? 2015 ചോദിച്ചതാണ് കേട്ടോ. ഇതിൽ നമുക്ക് റിപ്പീറ്റഡ് വന്നിരിക്കുന്നത് ക്വാളിറ്റീസ് ഓഫ് എൻ ഓഡിറ്റർ വന്നിട്ടുണ്ട്, ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ട്, ഇന്റേണൽ ചെക്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ റവന്യൂ റിസർവ്. മെൻഷൻ 5 ടൈപ്സ് ഓഫ് റവന്യൂ റിസർവ്. റവന്യൂ റിസർവ് എന്താണ് എന്നും അതിലത്തെ ഒരു 5 ടൈപ്പ് റവന്യൂ റിസർവ് അതിൻ്റെ 5 ടൈപ്പ് എഴുതുക വിത്ത് എക്സ്പ്ലനേഷൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ ഇൻ കണക്ഷൻസ് വിത്ത് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ടു ദ കൺസ്യൂമേഴ്സ്. പിന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ മാനേജ്മെൻറ്റ് ഓഡിറ്റ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് മാനേജ്മെൻറ്റ് ഓഡിറ്റ് നിന്ന് ടോപ്പിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 2 മാർക്സ് ചോദിക്കാറുണ്ട്, 4 മാർക്സും അതേപോലെ തന്നെ ഒരൊറ്റ എസ്സേ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ആ ഒരു മോഡ്യൂൾ എന്താ പറയുക ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കണേ. പിന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പ്രോബ്ലംസ് ഇൻ EDP എൻവിറോൺമെൻറ്റ്. ഓക്കെ, ഈ EDP എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് ഇപ്പോൾ റീസണായിട്ട് പ്രതീക്ഷിക്കാം. പിന്നെ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ആർ ദ കണ്ടീഷൻസ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് ഇൻ കേസ് ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, ഇത്രയുമാണ് 4 മാർക്സ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ എസ് എ ടൈപ്പ് നോക്കാം. എസ് എ ടൈപ്പിൽ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ഓഡിറ്റിംഗ്. റൈറ്റ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റിംഗ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താണ് ഓഡിറ്റിംഗ്, അതിൻ്റെ ആ ഓഡിറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എഴുതുക. പിന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഇൻറ്റേർണൽ ചെക്ക്. ഇൻറ്റേർണൽ ചെക്ക് ഡിഫൈൻ ചെയ്യുക. അതേപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻറ്റേർണൽ ചെക്കാണ്. ഓക്കെ, അത് നമ്മൾ 4 മാർക്സിന് ചോദിച്ച് കണ്ടിട്ടുണ്ട് അല്ലേ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എസ്സേ, വാട്ട് ഈസ് കോസ്റ്റ് ഓഡിറ്റ്. ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഡിറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ഓഡിറ്റ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അതൊക്കെ. ഈ 3 എസ്സേയും എന്തുതന്നെയാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, അത്രയും ഇമ്പോർട്ടൻറ്റും ആണ് കേട്ടോ. നെക്സ്റ്റ് 2017 ആണ്. എനിക്ക് 2016 ക്വസ്റ്റ്യൻ പേപ്പറും കൂടി കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതും നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ റെഫറൻസ് ഒന്ന് ചെയ്യണേ. 2017 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റിംഗ്.
ഓഡിറ്റിങ്ങിൻ്റെ ലിമിറ്റേഷൻസ്. പിന്നെ പറഞ്ഞിരിക്കുന്ന വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക്. ഒന്ന് നോക്കിയാൽ ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ചെക്ക്, ഇൻറ്റേർണൽ ഓഡിറ്റ്, ഫിനാൻഷ്യൽ ഓഡിറ്റ്, ആ ഒരു ടോപ്പിക്കിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാത്ത ഒരു ഓഡിറ്റിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ല അല്ലേ. നമ്മളിപ്പോൾ ഇത്രയും നോക്കിയതിൽ. ദെൻ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ, വാട്ട് ആർ ഇറ്റ്സ് അഡ്വാൻറ്റേജസ്. ഓക്കെ, അതായത് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് അത് ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ളതും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ ചെക്ക് ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ്. കണ്ടോ, ഇപ്പം തന്നെ നമുക്ക് 4 മാർക്സിൽ തന്നെ റിപ്പീറ്റ് 2 ആണ് ആ ഒരൊറ്റ മേഖലയിൽ നിന്ന് വന്നിരിക്കുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് വൗച്ചിങ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ. ക്യാഷ് ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വൗച്ചിങ് ചെയ്യാറുണ്ടല്ലേ. വൗച്ചിങ് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ക്വാളിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ. നമ്മൾ ഈ പറഞ്ഞ ലാസ്റ്റ് വീഡിയോയിലും കൂടി നമ്മൾ ഈ പറഞ്ഞതായിരുന്നു അല്ലേ ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് ഈസ് ആൻ ഓഡിറ്റ് കമ്മിറ്റി, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫംഗ്ഷൻ. ഓഡിറ്റ് കമ്മിറ്റി എന്താണും അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് മറ്റേ ബുക്കിൽ നമുക്ക് റെഫറൻസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്, നന്നായിട്ട് പഠിക്കുക. ദെൻ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അത്രത്തോളം ഈസിയാണ്, നമുക്കതറിയാം. പിന്നെയോ എക്സ്പ്ലെയിൻ ദ വേരിയസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ അതെന്തായാലും ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്വസ്റ്റ്യനാണിത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് അത് എസ്എ ടൈപ്പ് വരും. അതിൽ നിന്ന് തന്നെ 2 മാർക്സിനുള്ള ക്ലാസിഫിക്കേഷൻസ് എല്ലാം വരാറുള്ളതാണ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഡിഫൈൻ ഓഡിറ്റിംഗ്, എക്സ്പ്ലെയിൻ ദ ലൈബിലിറ്റീസ് ഓഫ് ആൻ കമ്പനി ഓഡിറ്റർ. ഓഡിറ്റിംഗ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, അതേപോലെ തന്നെ ലൈബിലിറ്റീസ് ഓഫ് ആൻ കമ്പനി ഓഡിറ്റർ. ഓക്കെ. ദെൻ നെക്സ്റ്റ് 2018 ക്വസ്റ്റ്യൻ 4 മാർക്സ്. എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് നീഡ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് കാരണം ഇപ്പോൾ റീസൺ ആയിരിക്കണം 2018 എന്ന് പറയുമ്പോഴേക്കും മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു മേഖല അവർ യൂണിവേഴ്സിറ്റി ചോദിക്കാറുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പോലെ വരുന്നുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ ഓഡിറ്റ് ആൻഡ് കോസ്റ്റ് ഓഡിറ്റ്. എത്ര പ്രാവശ്യം നമ്മളിതിപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുന്നതല്ല, ഇത് അത്രയും ഇമ്പോർട്ടൻറ്റാണ്. ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ടിന് ഡിഫറെൻറ്റ് ടൈപ്സ് അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ റെമ്യൂണറേഷൻ ഓഫ് ഓഡിറ്റേഴ്സ്. റെമ്യൂണറേഷൻ ഓഫ് ഓഡിറ്റേഴ്സിൻ്റെ കേസുകളിൽ നമ്മൾ എല്ലാ ഏരിയാസിലും പറയണം കേട്ടോ. അത് പബ്ലിക് കമ്പനിയിൽ നിന്ന് അങ്ങനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഓരോ മേഖലയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം നന്നായിട്ട് നോക്കി അത് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണേ. പിന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ലൈബിലിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ ഓഫ് എ ലിമിറ്റഡ് കമ്പനി. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് വൗച്ചർ. വൗച്ചർ എന്ന് പറയുന്നതിൽ വൗച്ചിങ് എന്നൊക്കെ ചാപ്റ്റർ ഇല്ലേ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണേ. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ജനറൽ പ്രിൻസിപ്പിൾസ് ഫോർ വെരിഫൈയിങ് അസെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് കണ്ടിന്യൂസ് ഓഡിറ്റ്. കണ്ടിന്യൂസ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റിൽ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന കണ്ടിന്യൂസ് ഓഡിറ്റ് കേട്ടോ. Then essay type define auditing, explain the objectives of auditing. Then next explain the auditor's role under Income Tax Act. Then what is share transfer audit? Explain the procedure for conducting share transfer audit. Okay. ഇത് തന്നെയാണ് ഇപ്പോൾ റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻ. ഫസ്റ്റത്തെ ഡിഫൈൻ ഓഡിറ്റിങ്ങിൻ്റെ ആ സെക്ഷൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇൻകം ടാക്സിൻ്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഷെയർ ട്രാൻസ്ഫർ ഓഡിറ്റ് ഞാൻ വായിച്ചതായിട്ട് ഓർമ്മയില്ല. ഇനിയിപ്പോൾ എൻ്റെ ഇതിൽ ഞാൻ ചിലപ്പോൾ എടുക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഏതെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു, അറിയത്തില്ല. 2019 4 മാർക്സ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സ് ഓഡിറ്റ്. ടാക്സ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റിൻ്റെ കേസിൽ വരുന്ന സമയത്ത് ടാക്സ് ഓഡിറ്റും എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയാറുള്ളതാണ്. അപ്പോൾ അതും കൂടി എഴുതി വെക്കുക, നന്നായി പഠിക്കുക. അത് ക്ലാസിഫിക്കേഷൻ നന്നായിട്ട് പഠിക്കുക അതിൻ്റെ. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഡിഫറൻഷിയേറ്റ് ഓഡിറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ റെഫറൻസ് ചെയ്യുമ്പോൾ ആ പറയുന്ന പോർഷൻസ് ഏതൊക്കെയുണ്ടോ അതൊക്കെ നന്നായിട്ട് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഡ്യൂട്ടി ഓഫ് ആൻ ഓഡിറ്റർ വിത്ത് റെസ്പെക്ട് ടു ഓഡിറ്റിംഗ് ഓഫ് പബ്ലിക് ഡെപ്പോസിറ്റ്. ദ നെക്സ്റ്റ് വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ആൻ ഓഡിറ്റർ ഇൻ ആൻ EDP എൻവിറോൺമെൻറ്റ്. ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് വൗച്ചിങ് ഓഫ് ക്യാഷ് ബുക്സ്. The next, what are the content of an audit report? The next question, what are the difference between vouching and verification? That's a repeated question. Then explain principles of a good system of internal check. Then essay type question. First one, explain the rights and duties of an auditor if a limited company.
ഓക്കെ, അവിടെ ഒരു ലിമിറ്റഡ് കമ്പനിയിൽ ഒരു ഓഡിറ്ററിൻ്റെ റൈറ്റ്സും ഡ്യൂട്ടീസും ചോദിച്ചിരിക്കുക. പിന്നെ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റേഴ്സ് റോൾ അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയേഴ്സ് ഫോർ ഓഡിറ്റിംഗ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിൻ്റെ ആ ഓഡിറ്റിംഗ് ചെയ്ത സമയത്ത് അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്? നമ്മൾ പ്രൊസീജിയേഴ്സ് ഓഫ് ഓഡിറ്റിങ്ങിൻ്റെ കുറേ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പുതിയതായിട്ട് ഒരു ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രൊസീജിയർ ശ്രദ്ധിക്കണം എന്നുള്ളത്. പിന്നെ ഷെയർ ക്യാപിറ്റലിൻ്റെ കാര്യം ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ഏരിയ സ്പെസിഫിക്കായി തന്നിട്ട് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് അത് ഓഡിറ്റിംഗ് ചെയ്യുന്നത് എന്നും ചോദിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊക്കെയാണ് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഇനി പാർട്ട് ബിയിലെ കോർപ്പറേറ്റ് ഗവേണൻസിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് മാത്രം ഞാൻ പറഞ്ഞുതരാം. കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ് എന്നുള്ളത് നോക്കി വയ്ക്കുക. പിന്നെ മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, അതിൽ കുറേ മോഡൽസ് ഇല്ല, 5 എണ്ണമൊക്കെ ഇല്ല. അമേരിക്കൻ മോഡൽ, യുണൈറ്റഡ് കിങ്ഡം മോഡൽ, പിന്നെ അതേപോലെ തന്നെ ജപ്പാനീസ് ബിസിനസ് നെറ്റ്വർക്ക്, അങ്ങനത്തെ കുറച്ചൊരു 5 എണ്ണം ഇല്ലേ, ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടത്. പിന്നെ അതപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നത് 2 മാർക്സിൻ്റെ ബേസിലും ഉണ്ട്, അതേപോലെ തന്നെ 5 മാർക്സ് ക്വസ്റ്റ്യൻ്റെ 5 അല്ല 4 മാർക്സ് ക്വസ്റ്റ്യനും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാട്ടോ പറയുന്നത്. പിന്നെയുള്ളത് ഓഡിറ്റ് കമ്മിറ്റി ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ. ഓക്കെ, അത് നോക്കാറുള്ളത് നമ്മൾ റിപ്പീറ്റ് ക്വസ്റ്റ്യനിൽ ഒരു പ്രാവശ്യം 1-2 വട്ടം കണ്ടതാണ് ഓഡിറ്റ് കമ്മിറ്റിയും അതിൻ്റെ ഫംഗ്ഷനും. പിന്നെ ഗ്രീൻ ഗവേണൻസ് ചോദിക്കാറുള്ളതാണ്. പിന്നെ ചോദിക്കുന്നത് ഏത് നമ്മൾ 49 ലിസ്റ്റ് ഇല്ലേ, ക്ലൗസ് 49 ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ്, ഏതൊക്കെയാണ് അതിലെ കണ്ടൻറ്റ് വന്നിരിക്കുന്നത്, 49-ൽ ക്ലൗസ് 49-ൽ വന്നിരിക്കുന്ന ലിസ്റ്റിംഗ് ഏതൊക്കെയാണ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അതിൽ ഓരോന്നില്ല, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഓഡിറ്റ് കമ്മിറ്റി, സബ്സിഡിയറി കമ്പനീസ്, ഡിസ്ക്ലോഷേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് CEO, അതൊക്കെ ആ ഒരു കാര്യങ്ങളാണ് അതിൽ പറഞ്ഞ കാര്യങ്ങൾ മാറ്റേഴ്സ് എഴുതേണ്ടത് കേട്ടോ. ദെൻ വിസിൽ ബ്ലോയിങ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മേജർ കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയർ ഇൻ ഇന്ത്യ, ഇത് essay ടൈപ്പ് ആയിട്ടാണ് ചോദിക്കാറ്. പിന്നെ 2 മാർക്സോ അല്ലെങ്കിൽ 4 മാർക്സ് രീതിയിൽ ചോദിക്കാറ് വാട്ട് ഈസ് UK കമ്പൈൻ കോഡ് എന്ന്. കാരണം ഒരു 8 ക്വസ്റ്റ്യൻ ഒരു പാറ്റേൺ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ ഇവിടെ. അതായത് പാർട്ട് ബിയിൽ കുറച്ച് ഇമ്പോർട്ടൻസ് എന്ന് തോന്നിയത്. ഓക്കെ, അതല്ലാതെ ഏതെങ്കിലും ഫസ്റ്റ് നിങ്ങൾ ഇത് പഠിക്കുക, അതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വേറെ ബാക്കിയുള്ളത് 1-2 വട്ടം ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മാത്രം മതി. കാരണം യൂണിവേഴ്സിറ്റി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യനും കൂടി തരുമല്ലോ, സ്കിപ്പ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ തരുമല്ലോ. അപ്പോൾ നമ്മൾ പഠിക്കാത്ത ഏതെങ്കിലും ഒരു ഏരിയയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻസ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി യൂണിവേഴ്സിറ്റിയിൽ എത്ര എണ്ണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അത് മസ്റ്റായിട്ട് എഴുതണം. പക്ഷേ എന്നിരുന്നാൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ എന്താ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ 8 എണ്ണം എഴുതണം പറഞ്ഞാൽ ഒരു 6 എണ്ണോ 7 എണ്ണോ എഴുതി വെക്കുകയല്ല ചെയ്യേണ്ട. 8 എണ്ണം എഴുതണം പറഞ്ഞു കഴിഞ്ഞാൽ അത് 8 എണ്ണം എഴുതിയിരിക്കണം. ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്യണം, നല്ല രീതിയിൽ തന്നെ എഴുതണം. 2 മാർക്സ് ഒക്കെ നല്ല രീതിയിൽ എഴുതുക, അതേപോലെ തന്നെ 4 മാർക്സും essay ഒക്കെ നല്ല രീതിയിൽ ഇൻട്രൊഡക്ഷൻ അതിൻ്റെ ആ ഒരു രീതിയിലേക്ക് എഴുതുക. ലാസ്റ്റ് essay ഒക്കെ എഴുതി കഴിയുമ്പോൾ അതിൻ്റെ കൺക്ലൂഷൻസ് ഒക്കെ നന്നായിട്ട് എഴുതി പഠിക്കുക, അല്ലെ എക്സാമിന് നന്നായിട്ട് എഴുതുക. ഇനിയിപ്പോൾ എഴുതി പഠിക്കാനുള്ള ടൈമൊന്നും ഇല്ല, സമയമായല്ലോ, കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ എക്സാമിന്. അപ്പോൾ നല്ല രീതിയിൽ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ വീഡിയോ യൂസ്ഫുള്ളായ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.